ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചൊരു ഈസി സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളകൊന്ന് ചതച്ചെടുത്തതും, ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പാക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രധാനമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ്. പിന്നെ ഇതിൽ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പാടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയുടെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം 4 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കടലമാവുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം പാടെ ഇങ്ങനെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് തിക്കും ആകരുത് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകരം വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കാം. 2 മീഡിയം വലുപ്പമുള്ള സവാള ചെറുതാക്കി കട്ടാക്കിയത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടുകയും ചെയ്യും. ഉപ്പ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നോക്കിയിട്ട്. ഇത് സവാള ഇപ്പം നന്നായി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് അതിൻ്റെ പച്ചച്ച് പോകുവോളം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വരുന്ന കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വരുന്ന മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കുരുമുളക് പൊടി 1 ടീസ്പൂൺ നല്ല എരിയുള്ള കുരുമുളക് പൊടിയാണ്. അതാണ് മുളക് പൊടി കുറച്ച് ചേർത്തത്. ഇതിലേക്ക് ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. 1/2 കപ്പ് വരുന്ന മല്ലിയില ചെറുതാക്കി കട്ടാക്കി എടുത്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ഉരുളൻകിഴങ്ങ്, ഒരുപാട് വലുതല്ല, 1 മീഡിയം വലുപ്പമുള്ള ഉരുളൻകിഴങ്ങ് വട്ടത്തിലൊന്ന് കട്ടാക്കി ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. വട്ടത്തിൽ കട്ടാക്കിയത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു പാത്രത്തിലിട്ട് ഉടച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഉടച്ചു എടുക്കാം. നന്നായിട്ട് കുക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടിക്കോളും. അതുപോലെ നമ്മൾ കനം കുറച്ച് വട്ടത്തിൽ കട്ടാക്കി വേവിച്ചതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് എല്ലാം പാടെ ഉടച്ച് ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ട കുറച്ച് സമയം കൂടുതൽ പുഴുങ്ങിയെടുത്തുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള പോർഷനും മഞ്ഞ പോർഷനും നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെറിയ ഒരു മുട്ടയെ 2ആക്കി എടുക്കണോ, നിങ്ങൾക്ക് 4ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഇപ്പോൾ ആ മുട്ടയുടെ ആ മഞ്ഞ പോർഷൻ നമുക്ക് ഈ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റില്ലേ, ഉരുളക്കിഴങ്ങും അതിലേക്ക് ഇട്ടിട്ട് എല്ലാം പാടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു കൂട്ട് നമുക്ക് ഈ മുട്ടയുടെ വെള്ളയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. മുട്ടയും ബാക്കി എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സാധാരണ കാണുന്ന ചേരുവകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന, അധികം സമയമൊന്നും കളയേണ്ടാത്ത, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം പാടെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിച്ചെന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഒരു 15 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ചിലപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈ നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഈ മുട്ടയൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഇത് നമ്മൾ മുട്ടയുടെ അടിഭാഗത്ത് എന്താ പറയുക കോട്ടിങ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ മുട്ടയുടെ ഇങ്ങനത്തെ ഫ്രൈകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഫ്രൈ ആക്കരുത്. അപ്പോഴും അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ലോയിലല്ല, ലോയിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് പൊട്ടിത്തെറിക്കും എന്നുള്ള പേടി വേണ്ട. പിന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടാനും പറ്റില്ല കേട്ടോ. അപ്പോഴും ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാതും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. മുട്ടയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.